കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ ഈ ഒരു ഹൗസ് പ്ലോട്ടുകൾ സെയിലിനിട്ടിരുന്നതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇതിനകത്ത് പ്ലോട്ടുകളിൽ പലതിലും വീടിൻ്റെ പണി തുടങ്ങി, ഒരു വീടിൻ്റെ പണി തീരുകയും ചെയ്തു. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. അന്ന് ഈ പ്ലോട്ടുകളെല്ലാം പെട്ടെന്ന് സെയിലാവാൻ കാരണം അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേറ്റിനുള്ള പ്ലോട്ടുകളായിരുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റ് റേറ്റിന് വാങ്ങാൻ പറ്റിയ നല്ല വലിയൊരു വീടെന്ന് തന്നെ പറയാം. കാരണം 5 സെൻറ്റിന് അടുത്ത് വരുന്ന 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് വെമ്പായത്തിന് സമീപമാണ്. ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ MC റോഡിൽ നിന്ന് ഹാപ്പി ലാൻഡിലേക്ക് കയറുന്ന വഴി ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ ഇടത്തോട്ടാണ് ഹാപ്പി ലാൻഡ്. നമുക്ക് നേരെ വരാം കവിയാറ്റ് BEd കോളേജിലേക്കുള്ള വഴി. അതായത് നമുക്ക് MC റോഡിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഈ പറഞ്ഞ BEd കോളേജ് ഉള്ളത്. നമുക്കിത് ഈ കാണുന്ന പ്ലോട്ട് ഇത് 5 സെൻറ്റിന് താഴെ ഏകദേശം 4.8 മേളിലേക്ക് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം കിട്ടും. കമ്പാരിറ്റീവ്ലി നമുക്ക് സിറ്റിയിലൊക്കെ വാങ്ങുന്നതിനെക്കാട്ടും നല്ലൊരു വിലക്കുറവിന് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ മുൻവശം വരുന്നത്. ഇവിടെ നമുക്ക് ഒരു 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാൻ സ്ഥലം ഈ ഭാഗത്ത് തന്നെ കിട്ടും. ഇതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചുറ്റുവട്ടത്തായാലും സ്ഥലം കിട്ടും. മുറ്റത്തൊക്കെ പിള്ളേർക്ക് ഇറങ്ങി നിന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്ഥലം ഉണ്ടാവും കേട്ടോ. ഇവിടെ പുതിയ പുതിയ വീടുകൾ വേറെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഇനി അടുത്ത വീടുകളുടെയൊക്കെ വർക്ക് തീരുന്നതിനനുസരിച്ച് ഈ ലൊക്കേഷൻ്റെ കളറങ്ങ് മാറും കേട്ടോ. എന്നു വെച്ചാൽ നമുക്ക് ആദ്യത്തെ വീട് ഒരു പ്രോപ്പർട്ടി ഇതുപോലുള്ള പ്ലോട്ടുകളിൽ പുതിയ പുതിയ വീടുകൾ വരുന്നതിനനുസരിച്ചിട്ട് വില നല്ല രീതിയിൽ ചേഞ്ച് ആവും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വീട് നമുക്ക് നല്ല വിലക്കുറവിൽ വാങ്ങിയെടുക്കാൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മുടെ കോമൺ സ്പേസ് വരുന്നത്. ഇവിടെ ആയിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ്ങിലേക്ക് കിച്ചണിൽ നിന്ന് ഇതുപോലൊരു കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് നമുക്കിതുപോലെ അടച്ചിട്ട് എടുത്തിരിക്കുവാണ്. ഈ സ്ലാബിന് ഈ ഒരു അറ്റത്ത് ഇങ്ങനെ ഒരു തടിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങോട്ടൊന്നും ഒഴുകി വരത്തില്ല. ആ രീതിയിൽ പ്രശ്നങ്ങളുമില്ല. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ഉണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ റൂമിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ ബാത്റൂമിലേക്ക് എൻട്രി വരുന്നത്. അവിടെയും വാഷ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ഏരിയ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മുടെ ബാത്ത് ഏരിയയും ടോയ്ലറ്റും ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം സെറയുടെ മെറ്റീരിയൽസ് ആണ്, സാനിറ്ററി വെയർസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് തന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് എൻട്രി വരും. അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ഉണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നേരത്തെ പറഞ്ഞ സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് താഴത്തെ നിലയിൽ സെയിം ലേഔട്ടിൽ തന്നെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് താഴത്തെ നിലയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നേരത്തെ താഴെയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിന്റെ ഡോർ ഈ ഭാഗത്തായിരുന്നു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വാഷ് ബേസിനകത്തേക്കാക്കി ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കതുപോലെ പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അവിടെയായിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യവും അവിടെ നിന്നാണ് നമ്മുടെ ടെറസിലേക്കും എൻട്രി വരുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് കേട്ടോ. പിൻവശത്തേക്ക് വേറെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. മുൻവശത്തേക്ക് അത്യാവശ്യം നല്ല വലിയൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ഇത് ശരിക്കും നമുക്കൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്ക് ആ രീതിയിൽ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം കേട്ടോ. ഇതിനകത്തുള്ള അത്രയും പേരും കൂടെ ചേർന്ന് മേളിലൊരു ഗേറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിന് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.